ദീർഘനാളത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ ഉയർന്ന മൂല്യമുള്ള ഇന്ത്യൻ രൂപ നോട്ടുകൾ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കാൻ നേപ്പാൾ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് നേപ്പാൾ രാഷ്ട്ര ബാങ്ക് വൃത്തങ്ങൾ അറിയിച്ചു. ദശാബ്ദത്തോളം നിലനിന്ന ഈ വിലക്ക് അതിർത്തി കടന്നുള്ള യാത്രക്കാർക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ആശ്വാസമാകും. ജോലി, പഠനം, ചികിത്സ, തീർത്ഥാടനം, ടൂറിസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർക്കും തിരിച്ച് കറൻസി വിനിമയം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. 100 രൂപയ്ക്ക് മുകളിലുള്ള നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്ന് ഇവർക്ക് രാജ്യത്തിനകത്ത് ഈ നോട്ടുകൾ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ വിഭാഗമായ വിനോദസഞ്ചാരികളെ ഈ നിയമം സാരമായി ബാധിക്കുകയും പലർക്കും പിഴയടയ്ക്കേണ്ടി വരികയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഉയർന്ന മൂല്യമുള്ള ഇന്ത്യൻ രൂപയുടെ നിരോധനം നീക്കണമെന്നും കറൻസി കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നും നേപ്പാൾ സർക്കാരും കേന്ദ്ര ബാങ്കും ഇന്ത്യയോട് തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ മാസം വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരുന്നു. ഇതനുസരിച്ച് 100 രൂപ വരെയുള്ള ഏത് മൂല്യത്തിലുള്ള നോട്ടുകളും വ്യക്തികൾക്ക് പരിധിയില്ലാതെ നേപ്പാളിലേക്ക് കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവരാനും സാധിക്കും. 100-ന് മുകളിലുള്ള നോട്ടുകൾ പരമാവധി 25,000 വരെ ഒരു വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനോ നേപ്പാളിലേക്ക് കൊണ്ടുപോകാനോ അനുവദനീയമാണ്. 2015 മുമ്പ് 500 രൂപ, 1000 രൂപ നോട്ടുകൾക്ക് നേപ്പാളിൽ നിരോധനം ഉണ്ടായിരുന്നു. 2015 ഈ നിരോധനം നീക്കി. എന്നാൽ 2016 കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തിന് ശേഷം 100 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ നോട്ടുകളും നേപ്പാളിൽ നിരോധിക്കുകയായിരുന്നു. നേപ്പാളിന്റെ നിലവിലെ നിയമപ്രകാരം ഒരു യാത്രക്കാരന് $5,000, ഏകദേശം 4,50,000 രൂപ വരെ പണമായി കൈവശം വെക്കാൻ അനുവാദമുണ്ട്. ഇന്ത്യൻ രൂപയുടെ നിരോധനം നീക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുഗമമാകുമെന്നും ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുമെന്നുമാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.